വർഷക്കാലമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം രാഷ്ട്രീയം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടി നോക്കാതെ, പ്രദേശം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ബൃഹത്തായ എത്രയോ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ തൊടുപുഴയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷം സാധാരണ ഈ കേരള സംസ്ഥാനത്ത് വികസനം കുതിച്ചുയരുമ്പോൾ ഇവിടെ കിതച്ചു നിൽക്കുകയാണ്. വികസന സ്തംഭനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് ഒരു നിയമസഭാ മണ്ഡലം വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ ജനതയാണ്, ഏത് പാർട്ടിയിലാണും ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കേരളത്തിന്റെ ജനതയാണ്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം. വീണ്ടും നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം, നമുക്കറിയാം, തൊടുപുഴ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയായി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കും. ഇവിടെ പണ്ട് കാലത്തെ പല റോഡുകളും ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം സംസാരിക്കുന്നു. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിപ്ലവകരമായ ഒരു കുതിച്ചുചാട്ടം തൊടുപുഴ മേഖലയിൽ, ഒരു വികസനത്തിന്റെ കുതിച്ചാട്ടം ഉണ്ടാകുമെന്ന് ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കട്ടെ. സ്നേഹിതരെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് വികസനത്തിന്റെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഗ്രാമീണ റോഡ് മുതൽ ഇന്ന് നാഷണൽ ഹൈവേ വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ വാട്ടർ മെട്രോ മുതൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖം വരെയുള്ള ബൃഹത്തായ പദ്ധതികളുണ്ട്. ഇന്ന് ഗ്രാമീണ ഹെൽത്ത് സെന്റർ മുതൽ ഇന്ന് ആരോഗ്യ മേഖല മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രൈമറി സ്കൂൾ മുതൽ ഇന്ന് ടെക്നോ പാർക്ക് വരെയുള്ളത് കാണാൻ സാധിക്കും. ഇന്ന് ബസ് സ്റ്റേഷൻസ് മുതൽ വിമാനത്താവളം വരെയുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് മേഖല എടുത്ത് നോക്കിയാലും വമ്പിച്ചത് കുതിച്ചുചാട്ടം നമുക്ക് ഈ മേഖലകളിലെല്ലാം കാണുവാൻ കഴിയും. അവിടെ ഒരു കാര്യമാണ് ഈ സർക്കാർ ലക്ഷ്യമിട്ടത്. ഈ വികസനം ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്നത്തെ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന് മണിക്കൂറോളം വികസന പദ്ധതികൾ നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജനസമ്പർക്ക പരിപാടി ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരന്മാരോടും അമ്മമാരോടും സംസാരിക്കുമ്പോൾ എത്ര വികസന പദ്ധതികൾ നടത്തി, കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതി നടത്തിയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏത് വികസനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ പലരും ഉത്തരം പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ലഭിച്ച ക്ഷേമ പദ്ധതിയാണ് എന്നുള്ളതാണ് ഉത്തരം കിട്ടുന്നത്. അത് വെറുതെ പറഞ്ഞതാണോ? നമുക്കറിയാം, അല്പമാശ്വാസം. സാധാരണ രീതിയിൽ ഒരു വികസന പദ്ധതി വരുന്നു കഴിയുമ്പോൾ ആ വികസന പദ്ധതിയിൽ എന്താണ് എനിക്ക് വ്യക്തിപരമായി നമുക്ക് ലഭിച്ചത്, എന്താണ് എന്റെ കുടുംബത്തിന് വ്യക്തിപരമായി ഈ സർക്കാർ ചെയ്തു തന്നത്, ഇതായിരിക്കും പലപ്പോഴും നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നത്. തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാനൊരു കണക്കെടുത്തു, മിക്കവാറും ഉള്ള പ്രദേശങ്ങളിലെ ഒരു കണക്ക്. അത് വളരെ കൃത്യമാണ്, പക്കായാണ്. കാരണം സെക്രട്ടേറിയറ്റിൽ നിന്ന്, ആ ഡിപ്പാർട്ട്മെന്റ്, LSDG ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം എടുക്കുക. ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആകെ കൊടുത്തിരിക്കുന്നത് 5365 ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. 5365 കുടുംബങ്ങൾക്ക് തീർച്ചയായും 2000 രൂപ വെച്ച് അവർക്ക് കിട്ടുമ്പോൾ ഒരല്പം ആശ്വാസമാണ്.
ആ 5365 രൂപ വെച്ച് ഈ മുനിസിപ്പാലിറ്റിയില് ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ എത്ര? 5365 കുടുംബങ്ങൾക്ക് 2000 വെച്ച് കൊടുക്കുമ്പോൾ ഒരു മാസം എത്ര രൂപയാകും? 1,77,00,000 രൂപയാണ് ആകുന്നത്. 1,07,00,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒരു വർഷം 12,87,00,000 രൂപ ഈ സർക്കാർ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇടത് സർക്കാരാണ്.